സോ ഹലോ ഗൈസ്, എല്ലാ മച്ചാമാർക്കും അഭിനയമർ 44ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബേബി ഇൻ യെല്ലോ കളിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾ ഒരു പ്രാവശ്യം പണ്ട് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മറ്റേ ക്രിസ്മസിൻ്റെ ഏതാണ്ട് ഇതാണ് ഗൈസ്. ക്രിസ്മസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലിഫ്റ്റിലാണ്. ഓക്കെ, സാധാരണ നമ്മൾ ലിഫ്റ്റ് തന്നെയാണ്. നേരത്തെ ലിഫ്റ്റിലായിരുന്നു ഗൈസ്. പേടിച്ചു ഗൈസ്, നോർത്ത് ലിഫ്റ്റിൻ്റെ ഡോർ മാറി അങ്ങനെ ആയിരുന്നു ഗൈസ്. എന്നാ ലിഫ്റ്റ് നമുക്ക് ചുമ്മാ നെക്കാം. ഇത് എവിടെ നെക്കാണ് തുറന്നു വരുന്നത്? കുറേ നെക്കൊക്കെ ഞെക്കുന്നുണ്ട്. സോ സ്വിച്ച് ഒന്നും വർക്കാക്കില്ല. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഗൈസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണോ റൂം? ഇതല്ല ഗൈസ്. കൊള്ളാട്ടോ ക്രിസ്മസിൻ്റെ ഇത്. ക്രിസ്മസ് നമ്മൾ ബേബീനല്ലോ കളിച്ചിട്ടില്ല. സോ ഇതാ ഗിഫ്റ്റ്. ഇതാണോ? ഏതാ ഗൈസ് റൂം ഏതാണെന്ന് ഇനി ആദ്യം കണ്ടുപിടിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്. എന്താണ് ഗൈസ് റൂം? ഇതൊന്നും അല്ലേ? പറയുന്നതിൻ്റെ ബാക്കി ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു. ക്രിസ്മസ് ഫാദർ വന്നു അവിടെ അല്ല ഗൈസ്. ഇനി എന്നാ ചെയ്യും? ഇതെന്നാ റാബിറ്റിൻ്റെ ഇതൊക്കെ ഗൈസ്. ഒരു ഇതും ഇല്ല. ചെക്ക് ദ പ്ലാൻ പോട്ടോ ഗൈസ്. ഇനി നമ്മൾ തെറ്റായ ഇതിലാണ് വന്നത് ഗൈസ്. ഏതോ പ്ലാന്റിൻ്റെ ഇതൊക്കെ ഉണ്ട്. സോ ഇതല്ലേ ഗൈസ്? ഇത് ഫ്ലോർ ഇതല്ലേ? അയ്യോ, 24th ഫ്ലോർ. എന്നാ ചെയ്യും ഗൈസ്? ഒരു പിടുത്തവും ഇല്ല ഗൈസ്. എന്നാ ചെയ്യുമെന്ന് എന്ത് ചെയ്യാം? ഇതാണോ? അയ്യോ ഗൈസ്, ഏതാണ് ഗൈസ്? നമുക്ക് ഇതെന്താ? ഇതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഗൈസ്. ഏതാണ് ഗൈസ്? ഒരു പിടുത്തവും ഇല്ല ഗൈസ്. എന്നാ ചെയ്യും? റിംഗ് ബെൽ. ഓക്കെ, നമുക്ക് ബെല്ലടിച്ച് നോക്കാം. ആരെങ്കിലും വരുമോ ഗൈസ്? എന്താ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ബെല്ലില്ല ഇവിടെ ഒന്നും. ഇവിടെ മാത്രമേ ഉള്ളൂ. എന്താണ് ഗൈസ്? ഇനി നമ്മൾ തെറ്റായിട്ട് എല്ലായിടത്ത്. ഗൈസ്, ഇതാണ് ഗൈസ്. എടാ കാണില്ല. ഇതാണ് ഗൈസ് സ്പോട്ട്. നമുക്ക് താട്ടാ. ഇതാണ് കീ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണല്ലോ, ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ. ഓക്കെ, ഡോർ. സോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ദ ബേബി ഇൻ യെല്ലോ. സെറ്റ്. ഉണ്ണിക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. സോ ലോഡിങ് ആവട്ടെ. സോ ഉണ്ണിക്കുട്ടൻ്റെ പാലിൻ്റെ കുപ്പിയാണ് ഓടുന്നത്. സോ ഗൈസ്, നേരത്തെ പോലെയാണോ അതോ വേറെ വല്ല അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അന്ന് കളിച്ചത് നമുക്ക് വല്ലതായിട്ട് അറിയാം. നൈറ്റ് 1 ക്രിസ്മസ് ചാപ്റ്ററാ. ക്രിസ്മസ് ചാപ്റ്ററാ. ഓക്കെ, നമ്മളങ്ങനെ ഫാസ്റ്റ് നമ്മൾ സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ഡെക്കറേഷൻ. എൻ്റെ അമ്മ ഇതെന്നാ? പേടിച്ച് പോയി ഗൈസ്. ഞാൻ ഓർത്ത് ഇതാരാന്ന് ഗൈസ്. ഡെക്കറേഷനൊക്കെ അല്ലേ തകർത്തിട്ടുണ്ടല്ലേ. ഫീഡ് ദ ബേബി. ഈ ചെറുക്കൻ ഇതിനേ നേരെ ഉള്ളു. ഫീഡ്, ഉറക്കം, സ്നഗി മാറ്റൽ. ഓക്കെ ഗൈസ്, തക്കാളി. ഇതല്ലേ അവൻ്റെ സാധനം? ഇത് തന്നെ. ഓക്കെ, ഇത് ബ്ലൂ ആയിരുന്നു ഗൈസ്. അല്ല, ഇത് തന്നെ ആയിരുന്നു തോന്നുന്നു. സോ നമുക്ക് എണ്ണ എടുക്കും. പക്കർ ചീസ് എടുക്കാം ഗൈസ്. ചീസ് എടുക്കണോ? ചീസ് തന്നെ എടുക്കാം. സോ ഗൈസ്, നമുക്ക് ഡോർ അല്ല ഗൈസ്, ഇത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലേ ഗൈസ്? ഇതുപോലെ നമുക്ക് പറഞ്ഞാൽ അവൻ്റെ തലയെ കൊണ്ട് ഒട്ടിച്ച് വെച്ചാലോ? ഓക്കെ, നമുക്കതെടുത്തുകൊണ്ട് പോവാം. ഒന്നും നോക്കിയില്ല, അവൻ്റെ മുട്ടത്തല നമ്മൾ ഇതൊക്കെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ വേണ്ട, ഇച്ചിരി പുറകില്ല. അത് കൊണ്ടില്ലെങ്കിലോ മോനെ. അങ്ങോട്ട് നോക്ക്. അങ്ങോട്ടല്ല, അപ്പുറത്തോട്ട്. ഓക്കെ, തല പേസ്റ്റ്. ഇതിനത്രയും വലുത്. സോ നമുക്ക് സമയം കളയാതെ തന്നെ അവനെ നമുക്ക് ഫീഡ് ചെയ്യാം. സോ ഓക്കെ, ചെക്കനെ ഹാപ്പിയായി ചിരിച്ച് കണ്ണൊക്കെ വിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ചാപ്റ്റർ 1 പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ. ചെക്കനെ നമ്മൾ ഒത്തിരി വഴക്കൊന്നും പറയുന്നില്ല. ഗൈസ്, എന്താണ്? സോ എന്തോ സംഭവിച്ചു. കൊച്ച് എടാ മോനെ, സോറി കേട്ടോ. ചേട്ടൻ അറിയാതെ ചെയ്താണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇതൊന്നും കൂട്ടി ഒരുമിച്ച് പണിയും തരണ്ട ഇവിടെ തന്നെ. സോ ഗൈസ്, നമുക്ക് നമ്മളെ കണ്ണാടി നമ്മളെ മിററിൽ കാണുന്നില്ല. കണ്ണാടിയിലൊന്നും നമ്മൾ കാണുന്നില്ല. ഇതിനിടെ പടക്കമാണ് തൂക്കിയിട്ടേക്കുന്നത്. ഇതിൽ ഒരു മൂലം കത്തിച്ചങ്ങ് വിട്ടാലോ? വേണ്ട ഗൈസ്, ഞാർത്തു മാലപ്പടക്കമായിരിക്കും. ചെക്കനവിടെ കൊണ്ട് നമുക്ക് സമയം കളയില്ല. ക്രിസ്മസ് ഫാദർ വല്ലതും വരുമെങ്കിലുണ്ടല്ലോ ചെക്കനിങ്ങനെ നാറ്റി ചീരുന്ന. മുട്ടത്തലേൻ്റെ പണി തുടങ്ങിയവൻ. എടാ എന്നതാടാ നീ കാണിക്കുന്നത്? നിനക്ക് കുഞ്ഞു കാലല്ലേ? ഞാൻ നമുക്ക് ഇവനെടുത്ത് കൊണ്ട് തൂറിട്ടറിയാൻ പറ്റുമോ?
സ്നഗ്ഗീസ് ഒന്ന് എടുക്കട്ടെ ചക്കാ. ഓക്കെ, പാമ്പേഴ്സാ. സോറി കുട്ടാ. ഓ കരയണ്ടടാ ചേട്ടൻ, ഇപ്പം പണി തരാം. ഇവൻ പോകത്തില്ല, നേരത്തെ പോകാമായിരുന്നല്ലോ. മുട്ട കുടുങ്ങിയിരിക്കുമോ ഗൈസ്? മുട്ട കുറച്ച് വലുതായെന്ന് തോന്നുന്നു. സോ ഓക്കെ, ബേബി നമുക്ക് ഉറക്കാനാണ് പറയുന്നത്. ചെക്കൻ ഡാൻസാണ്. സോ ഗൈസ്, എനിക്ക് തോന്നി ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇവനെ കുളിപ്പിക്കണമെന്ന്. അപ്പം നമുക്ക് ഇവനെ എന്നാൽ കുളിപ്പിക്കാം. പണ്ട് എന്നോട് പറഞ്ഞു, പണ്ട് ജോലിക്ക് വന്നപ്പോൾ ഇവനെ നിങ്ങൾ കുളിപ്പിക്കുന്നെന്ന് ചോദിച്ച്. നീ കുളിപ്പിച്ചാലും കൂടെ മതി, നമുക്ക് ഇവനൊന്ന് കുളിപ്പിച്ചേക്കാം. ഓക്കെ, മുട്ട നമുക്ക് വാഷിംഗ് മെഷീനിൽ അടിക്കാം. സോ കറങ്ങും ഇപ്പം കിടന്ന് അടി. കൊച്ച് കള്ളൻ ചിരിക്കുന്ന. ഓ ഗൈസ്, ഇവിടെ എൻ്റെ കണ്ണ് കണ്ടോ അമ്പഴങ്ങ ഒലിക്കുന്നു. സോ മഞ്ഞ കളറുള്ള ഇവനെ വെട്ടിത്തിളങ്ങി കുളിപ്പിച്ചാണ് വെട്ടിത്തിളങ്ങി. എൻ്റെ മോനെ കണ്ണക്കാട് ഉരുള് കണ്ടോ കാലക്കാടുന്നുണ്ട് ഗൈസ്. ഓഹോ, ഒന്ന് കുളിപ്പിച്ചപ്പോൾ ചെക്കൻ ആക്റ്റീവായിട്ടുണ്ട്. പറന്ന് നമുക്ക് കൊണ്ട് കട്ടിലെ അവനെ കിടത്താം. ഓക്കെ, ബെഡിൽ അവനെ സെറ്റായിട്ടുണ്ട്. സോ ഇനി സ്റ്റോറി വായിക്കണം. ഇതല്ലേ സ്റ്റോറി വായിക്കാം. സോ നമുക്ക് ഈ കുഞ്ഞിയൊരു പൂച്ച എടുക്കാം. ബിഗ് ഹെഡ് മോഡ് അൺലോക്ക്ഡ്. ഓ, അത് നമുക്കറിയണ്ട, നമുക്ക് പെട്ടെന്ന് വായിക്കും ചേട്ടനെ. ഓക്കെ, മോനെ നോക്കണ്ട, മോൻ കണ്ണടച്ചു. കണ്ണ് കണ്ടിട്ട് പേടി വന്നു ചേട്ടനെ. എടാ നീയാണിത്? സല്ല ഗൈസ്, ഇവൻ്റെ അനിയത്തിയാന്ന് തോന്നുന്നു, പെണ്ണാണിത്. ഓക്കെ, കഥ തീർന്നിട്ടുണ്ട് കുട്ടാ. ചേട്ടൻ പോവാണേ. ഈ സൈഡോ ഇനി ABCD എണ്ണി കളിക്കണോ? സോ ഈ സാധനം ഗൈസ് ഇതിനെവിടെ കണ്ട? ഇതൊന്നും വേണ്ട. ഓക്കെ, ഇത് നമ്മുടെ ചെക്കന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ പാവയാണ്. കാണാൻ പോയാ? ഓക്കെ ഗൈസ്, ഇത് പുറകെ പോയി കിടക്കുമായിരുന്നു, കുഴപ്പമില്ല. സോ ചെക്കന് വേണ്ടി ഉണ്ടാക്കിയ പാവയായിരുന്നു. ചെക്കനെ കളിക്കാൻ, പക്ഷേ ചെക്കനതൊന്നും ഇഷ്ടമില്ല. ചെക്കന് പൂച്ചയുടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? പൂച്ചയുടെ മൊയിൽ ഷീപ്പ്. എടാ എടാ ഓക്കെ, ഞാൻ ഓർത്ത് ഇതെന്നാ സംഭവിക്കുന്നതെന്ന് ഗൈസ്. സോ ഗൈസ്, നമുക്കപ്പം വെളിയിലോട്ട് ഇറങ്ങാം. നമ്മൾ ക്രിസ്മസിന് നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റ്. നമുക്കിനി പോയി റെസ്റ്റ് എടുക്കാം. സോ ഗൈസ്, ഇവിടെ ആണ്ട് വരുമായിരുന്നല്ലോ നേരത്തെ. നമ്മളിങ്ങനെ ഇരിക്കാൻ പോകുന്നു. അയ്യോ, TV ഓണാക്കാം. ഓക്കെ, TV ഓണാക്കിയിട്ടുണ്ട്. ഗൈസ് കണ്ടോ ഗൈസ്, ഒരു സാധനം കണ്ടോ? എൻ്റെ മോനെ, സീൻ ഒരു രക്ഷയില്ല, വൻ സീനാണത്. കണ്ടോ ഗൈസ്, കൈ കണ്ടോ? കൊള്ളാം. ഓക്കെ, പുതിയ എന്തോ ആടാണെന്ന് തോന്നുന്നു ഗൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, ബ്രെഡിൻ്റെ ടോസ്റ്റ് അങ്ങനെയാണ് സാധനത്തിൻ്റെയാണ്. സോ ടോസ്റ്റർ അങ്ങനെയാണ്. ഇത് ഓപ്പൺ ചെയ്യുമായിരുന്നെങ്കിൽ കിട്ടിക്കാണ് ഗൈസ്. ഗൈസ്, ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ഇതൊക്കെ ആര് തുറന്നിട്ട്? ഇത് ഞാനല്ല തുറന്നിട്ടെ. സോ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഡോറൊക്കെ തുറന്ന് ഇതാണ്. അയ്യോ ഓക്കെ, ഞാൻ ഓർത്ത് ഇതായിരിക്കും. സോ കുഞ്ഞുകുരുപ്പനെ നമുക്ക് പോയി താഴെ പോയി എടുക്കാം. ഇനി പേടിക്കാനൊന്നും ഇല്ല, ചെക്കൻ താടി ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസം. കൈയൊക്കെ നീട്ടിയിരിക്കും. നിനക്ക് മേളിൽ കിടന്നാൽ പോരാ. എന്നെ മേളിൽ വരെ പിന്നെ എന്തിനാ കയറി വന്നേ? വല്ലതും ഉണ്ട്, പിന്നെ തലമണ്ട അടിച്ച് പൊട്ടിക്കായിരുന്നു. സോ വല്ലതും ഉണ്ടോ ഗൈസ്? ചെന്നീ ഒന്ന് കരച്ചിട്ട് നിർത്തിക്കന്ന് ശല്യം. ഇവിടെ നിന്നൊന്നും ഇല്ല ഗൈസ്, വേറെ ഒരു രക്ഷയില്ല. ചെക്കനെ പിന്നെയും കൊണ്ടുപോകാനാണ് പറയുന്നത്. ചെക്കനെ ഇവിടെ വല്ലതും കിടന്ന് ഞാൻ ഉറങ്ങുമോ? ഇല്ല, ചെക്കനെ നമുക്ക് ഒന്നുകൂടെ ബെഡിലോട്ട് തന്നെ കൊണ്ടുപോകാം. കട ചെക്കനെ കാലൊക്കെ എന്നാ വെച്ച്? ചെക്കൻ രാവിലെ റബ്ബർ പാലിൻ്റെ പണിക്കും എന്നിട്ട് അത് തന്നെ എടുത്ത് കുടിക്കും വിശക്കുമ്പോൾ. അതാണ് റബ്ബർ വെട്ടാൻ പോകുന്നത്, അതാണ് ഇത്രയും ഫ്ലെക്സിബിൾ. പിന്നെ റബ്ബർ പാൽ കുറച്ച് കുടിക്കും, അതാണ് ചെക്കൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഇതാണ് കൂട്ടത്തിൽ ഇച്ചിരി ക്യൂട്ട് പാവ. ഇതിനടുത്തിടാം, നിലത്തോ അല്ലേ ഇതിടാം. ആട് മതി, ആടാണെങ്കിൽ തടിച്ചിരുന്നോളൂ. അയ്യോ എടാ, നീ ബൗൺസോ? ഓക്കെ, അപ്പം ഇതായിരിക്കും ഇവനെ പോലെ തന്നെ ഇരിക്കുന്ന പാവന് ഇഷ്ടം. അല്ല ഗൈസ്, പൂച്ചയുടെ പാവയാണ് ഗൈസ് ഇഷ്ടം. ഗൈസ്, ഇപ്പോഴാണ് ഓർക്കണ ഗൈസ്, ഞാൻ പറയാം. അവൻ ഏത് കഥയാണോ വെച്ചിരിക്കുന്നത് ആ പാവയായിരിക്കും അവൻ ഇഷ്ടം. ആട് കൊള്ളാട്ടോ, ആട് വരുന്നു കേട്ടോ. ഓക്കെ, ഇത് തന്നെ ഇവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലേ? ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ. അവിടെ പോയി ഗൈസ്, ഇതിന് ഇതിരിക്കാൻ ഇഷ്ടമില്ലാത്ത ഇതിരുന്നു ഗൈസ്. നിനക്ക് അത്രയ്ക്ക് ധൈര്യം എന്നാൽ നീ എൻ്റെ കൂടെ ഇങ്ങ് വാ. നമുക്ക് ഇവനെ കൊണ്ട് അടുക്കള എത്താം. കിച്ചണിലാണെന്നുണ്ടല്ലോ കരി പൊടി. ഇവനിപ്പം എൻ്റെ ചെവിയെല്ലാം കണ്ടില്ല, താന്ന് തൂങ്ങി.
ഓക്കെ, നമുക്ക് ചെക്കനെ ഡോർ അടച്ചിട്ട് വരാം. ഞാൻ അത് മറന്നുപോയി. കൊച്ച് കുരുപ്പൻ്റെ ഒരു കാര്യം അടച്ചിട്ട് ചില്ല് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ഡോറിൻ്റെ ഓപ്പണായി വച്ചേക്കെ? എടാ പോടാ മത്തായി. പിന്നെ അവൻ ABC ഇടണം തുടങ്ങി. ഈ സൈഡ് വരെയായി. ഓ എടേ എന്നതാടാ ഇത്? ഞാൻ എപ്പോഴും ഉള്ളതാ. അയ്യോ മറട്ടെ. ഓക്കെ, അവിടെ ഇന്നും തുറന്നൊന്നുമില്ല. കുഴപ്പമില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ് നമുക്ക് വിശക്കുന്നുണ്ട് നന്നായിട്ട്. എന്തെങ്കിലും വേണം. ബ്രെഡ് ഇവിടെ ഉണ്ട്. തീരത്തിൽ അൺലിമിറ്റഡ് അല്ല. നമുക്ക് ബ്രെഡ് ഒരു മൂല വെക്കാം. പിന്നെ മുട്ട വേണം. ഓക്കെ, മുട്ട ഇത്ര മതി. ബ്രെഡ് വലുതായാ? പക്ഷേ അത് കൊള്ളായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ബ്രെഡ് വലുതായി. ചീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചീസ് സെറ്റ്. ഇനി ഒരു ടൊമാറ്റോ. സോറി. ഓക്കെ, ഇനിയും ബ്രെഡും കൂടെ സെറ്റാക്കാം. ഇത്രേ അറിയത്തുള്ളൂ. എനിക്ക് കഴിക്കാൻ എനിക്ക് വലിയ ധാരണയില്ല. അപ്പം കഴിക്കണ്ട. ഓക്കെ, ഞാൻ പറയാം. അഴുക്ക് മുട്ട എടുത്തത്. എടാ സാധനം ഇരുട്ടത്ത് ആൾക്കൊണ്ട് മുട്ട വെച്ചെറിയും ഞാനേ. ഓക്കെ, നിൻ്റെ സ്ഥലം ഇതാണ് നീ. കാരണം നീ പോയാ ചുമ്മാറണ. നിൻ്റെ സ്ഥലം ഫ്രിഡ്ജാണ്. കാരണം നീ മേളിരിക്കാൻ നിനക്ക് താല്പര്യമില്ല. നീ ഇവിടെ ഇരുന്നാൽ മതി. ഓക്കെ, സോ ഗൈസ് നമ്മളോട് വീണ്ടും TV കാണാനാണ് പറയുന്നത്. സോ നമുക്ക് കാണാം. TV കാണാതിരിക്കാൻ മേലല്ലോ. ഗൈസ് ദേണ്ട ഗൈസ് പിന്നെ അത് വരുന്നത്. ഇതന്നെ അതാണ്. പുറകോട്ടൊന്നും നോക്കാനും പറ്റത്തില്ല. ഓക്കെ, നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ. അപ്പോൾ ഗൈസ് കളി തീർന്നു ഗൈസ്. അപ്പം ഗൈസ് നൈറ്റ് 2 ഇനിയും എത്രയും പെട്ടെന്ന് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. സോ ഗൈസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.